നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കുറയാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടോ? ബോർഡ് എക്സാമിന് ഒരിക്കലും മാർക്ക് കുറയില്ല, അത് തെറ്റായ ധാരണയാണ്. ഇപ്പം നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ബോർഡ് എക്സാമിനേഷൻ്റെ ട്രെയിനിങ്ങും അതേപോലെ തന്നെ എൻട്രൻസിൻ്റെ ട്രെയിനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പലരുടെയും ധാരണ നീറ്റ് അല്ലെങ്കിൽ ജെഇ അത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസുകൾ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നൊരു കാര്യം, ഈ കോച്ചിങ്ങിന് വരുന്ന കുട്ടികൾ നമ്മൾ 10th ഒരു 10 ഇരട്ടി 10 ടൈംസ് എഫേർട്ട് എടുക്കുകയാണ് വേണ്ടത്. പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ആ എഫേർട്ട് എടുക്കാൻ കുട്ടികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇത് ക്രാക്ക് ചെയ്തിട്ട് പോകും. ചില കുട്ടികൾക്ക് ധാരണ ഉണ്ട്, സ്റ്റേറ്റ് വിദ്യാർത്ഥികൾക്ക് 2 ഇയർ പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്റ്റ് ബുദ്ധിമുട്ടാവും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടി സ്റ്റേറ്റ് ആണോ CBSE ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കാറില്ല. ഒരിക്കലും ഇവിടെ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇല്ല തന്നെ. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ കണ്ട മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സൊക്കെ അവിടേക്കൊക്കെ പോയിട്ട് ഡൗട്ടുകൾ ക്ലിയർ എന്നൊരു മൊമെന്റ് കണ്ടിട്ടുണ്ട്. അതെ, ഇപ്പോൾ നമ്മൾ പല അവധികളും വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവധികളിൽ ഒരിക്കലും കുട്ടികൾ ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് സ്കൂളിൽ സമയം ഉൾപ്പെടെ സ്റ്റഡി ടൈമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന 2 ഇയർ പ്രീമിയം പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കംപ്ലീറ്റ് നമ്മൾ ഈ എല്ലാ ഹോസ്റ്റലിലേക്കും എന്ത് ചെയ്യും പറഞ്ഞേക്കും. ഹായ് മകളെ, 10th ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആവട്ടെ CBSE ആവട്ടെ ICSE ആവട്ടെ ഏതൊരു സ്റ്റുഡൻറ്റും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സാറെ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് നിങ്ങൾ സൈലവുമായി ബന്ധപ്പെട്ട് ഏതൊരു ക്ലാസ്സിലേക്ക് വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ പരിചയപ്പെടാൻ പോകുന്ന ഒരു മുഖമാണ്, പേര് ജംഷിദ് സാർ. അപ്പോൾ ആരാണ് എന്നൊക്കെ നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാവും. എന്നെപ്പോലെ ഒരു മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്, പക്ഷേ എന്നെപ്പോലെ അല്ല. കാരണം സൈലം തുടങ്ങിയ അന്ന് മുതൽ നമുക്കറിയാം സൈലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് പ്രോഗ്രാമുകളാണ്. 10th ക്ലാസ് കഴിഞ്ഞ് +1 +2 പഠനത്തോടൊപ്പം തന്നെ നീറ്റ് ജെഇ പോലത്തെ എൻട്രൻസ് എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സൈലം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു പ്രോഗ്രാമാണ് 2 ഇയർ പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാം. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അക്കാദമിക് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ജംഷിദ് സാറെ ഞാൻ ആദ്യമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ജംഷിദ് സാർ, എന്താണ് 10th ക്ലാസ് കഴിഞ്ഞ് വരുന്നൊരു കുട്ടിയോട് സാർക്ക് ആദ്യമായിട്ട് സംസാരിക്കാനുള്ളത്? 10th ക്ലാസ് കഴിഞ്ഞ് വരുന്നൊരു കുട്ടി ആദ്യകാലങ്ങളിലൊക്കെ സാറേ നമുക്കറിയാം +1 +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു റിപ്പീറ്റർ കോച്ചിങ്ങിലേക്ക് പോകുന്നൊരവസ്ഥയായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി ഇപ്പം കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സൈലം അല്ലെങ്കിൽ പ്രീമിയർ 2 ഇയർ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം +1 +2നോടൊപ്പം തന്നെ നമുക്ക് എൻട്രൻസിൻ്റെ, അതായത് നീറ്റ് അല്ലെങ്കിൽ ജെഇ അല്ലെങ്കിൽ അതേപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ എൻട്രൻസിൻ്റെ കോച്ചിങ് കൂടെ ഇതിനോടൊപ്പം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണിത്. അതായത് നമ്മളിപ്പോൾ നേരത്തെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഒഴിവായി കിട്ടും. മാത്രമല്ല കുറച്ചും കൂടെ ഒന്ന് ചെറിയ തോതിലൊന്ന് എഫേർട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ റിപ്പീറ്റഡായിട്ടുള്ള ഒരു സംഭവം ഒഴിവാക്കിയിട്ട് ആ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലോ ഒക്കെ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിയാതെ പോയൊരു കാര്യമാണ് വലിയ വലിയ കോളേജുകളൊക്കെ പറ്റി. അതായത് ഒരു ഡോക്ടർ ആവാൻ ഏറ്റവും മികച്ചത് എയിംസ് ആണ് പറയാറുണ്ട്, ഒരു എഞ്ചിനീയർ ആവാൻ ഏറ്റവും മികച്ചത് IITകളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ +1 +2 ഒന്നും പൊതുവേ നമ്മൾ സാധാരണ സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെ പഠിപ്പിക്കാറില്ല, അതിനെപ്പറ്റിയൊരു അവയർനെസ് ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 2 ഇയർ പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിൽ കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക്? തീർച്ചയായിട്ടും. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഇപ്പോൾ സാറും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു IITനെ കുറിച്ചിട്ടോ എയിംസിനെ കുറിച്ചിട്ടോ ഇങ്ങനെയൊന്നും നമുക്കാർക്കും പറഞ്ഞു തരാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാംസുകളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യം അതിനോടൊപ്പം കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് എന്തുള്ളത്, ഈ നീറ്റിൻ്റെയും ജെഇൻ്റെയും എൻട്രൻസ് പ്രീമിയം പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ 2 വർഷം കൊണ്ട് ഇത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സാറേ ഇത് ഭയങ്കര ഈസിയാണ്, ഈസി ഗോയിങ് ആണ്. കാരണം +1 +2 പഠിക്കുന്നു, അതേ കണ്ടന്റ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, സെയിം കണ്ടന്റ് തന്നെയാണ് പഠിക്കാനുള്ളത്. പക്ഷേ ആ കണ്ടന്റ് പഠിക്കുന്നതോടൊപ്പം എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരേ സമയമാണ്. മറ്റത് തിയറി പഠിച്ചു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു റിപ്പീറ്ററായി ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസിയാണ് ഇതിനോടൊപ്പം തന്നെ പഠിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കുറയാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടോ? ബോർഡ് എക്സാമിന് ഒരിക്കലും മാർക്ക് കുറയില്ല, അത് തെറ്റായ ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ ബോർഡ് എക്സാമിനേഷന് വേണ്ടി ഇപ്പം നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ
ബോർഡ് എക്സാമിനേഷൻ്റെ ട്രെയിനിങ്ങും അതേപോലെ തന്നെ എൻട്രൻസിൻ്റെ ട്രെയിനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ബോർഡിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ തയ്യാറാക്കി ആ ട്രെയിനിങ്ങും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എൻട്രൻസിൻ്റെ ട്രെയിനിങ്ങും പോകുന്നുണ്ട്. ബോർഡ് എക്സാമിനേഷൻ ഒരിക്കലും മാർക്ക് കുറയുന്നൊരവസ്ഥ ഈ പ്രോഗ്രാം കൊണ്ടുണ്ടാവില്ല. അത് നമ്മൾ പിന്നെ ഒരു തെറ്റായൊരു ധാരണയാണെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാറ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് കേട്ടോ. എൻട്രൻസ് മേഖലയിലാണ്. ഞാൻ പറയുന്നത് പോലെ എൻ്റെ പ്രായം എന്ന് പറയുന്നത് 29 വയസ്സാണ്. എൻ്റെ പ്രായത്തിനോട് ഏറ്റവും അടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയധികം നമ്മൾ ഫാക്കൽറ്റീസിനെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഡീൽ ചെയ്യുന്ന ആളുകളൊക്കെ അത്രയധികം IITകളിൽ നിന്നും അതോടൊപ്പം തന്നെ എയിംസുകളിൽ നിന്നൊക്കെ വന്ന ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ അങ്ങനെ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരെ നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. സാറേ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കുട്ടികൾ നമ്മൾ 2 ഇയർ പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിൽ ക്രാക്ക് ചെയ്ത് ഇപ്പോൾ IITകളിലും എയിംസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പേ അവർ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെടുത്തത് NDA ക്രാക്ക് ചെയ്തതിൻ്റെ രീതിയിലാണ്. അപ്പോൾ നമ്മൾ കേവലം ചില കുട്ടികൾക്കുണ്ടാകും എയിംസ് വേണ്ട അല്ലെങ്കിൽ IITകൾ വേണ്ട, മറ്റ് എക്സാമുകൾ കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് പോസിബിൾ ആണോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം? തീർച്ചയായിട്ടും സാറേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് +1 +2നോടൊപ്പം നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ട്രെയിനിങ്ങും നമുക്കിതിൽ കിട്ടുന്നത്. കാരണം ഇത് മിക്ക എക്സാമിനേഷൻസിലും നമ്മൾ +1 +2ൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൂടി ഒന്നിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ കോച്ചിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് പലരുടെയും ധാരണ നീറ്റ് അല്ലെങ്കിൽ JEE അതിൽ അത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസുകൾ മുമ്പിൽ കിടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് ഒരു അവയർനെസ് നമ്മൾ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പാരൻസിനും കൊടുക്കുന്നുണ്ട്. അത് ഈ 2 ഇയർ പ്രോഗ്രാമിൻ്റെ ഇൻക്ലൂഡാണ്. പല കുട്ടികളും നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താ വെച്ചാൽ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കരിയർ ഗൈഡൻസ് അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സാറേ, ഒരു പൊട്ടൻഷ്യൽ ഉള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാര്യമല്ല. ഒരു പൊട്ടൻഷ്യൽ ഉള്ള കുട്ടി നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം സിക്ക് നമ്മൾ സാധാരണ ഏതൊരു കുട്ടിക്കും 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നൊരു കുട്ടിക്ക് ഉണ്ടാകുന്ന സംഭവം ഹോം സിക്ക്. ഇത് ഏറി വന്ന ഒരു 1 വീക്ക് അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഏകദേശം 3500 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ 3500 കുട്ടികളും ഇതേപോലെ വന്നിട്ടുള്ള കുട്ടികൾ തന്നെയാണ് അല്ലേ? പക്ഷേ അവരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രയാസം ചില കുട്ടികൾക്കുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന് ആ ഏജ് അങ്ങനെയാണ്. പക്ഷേ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മളുടെ കൂടെയാണ് അവർ ജീവിക്കുന്നത് 2 വർഷം. അപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുക. അപ്പോൾ അതിനുള്ള പ്രോഗ്രാംസ് അക്കാഡമിക്സിന് പുറമെ നമ്മൾ നോൺ അക്കാഡമിക് ആയിട്ട് കുറേ ആക്ടിവിറ്റികൾ, കരിക്കുലർ ആക്ടിവിറ്റികൾ, അതേപോലെ തന്നെ അവർ ഔട്ടിങ്, അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസുകളുണ്ട്. അപ്പോൾ കുട്ടികളൊരിക്കലും ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ബോറടിക്കില്ല. അവർക്ക് പിന്നെ ഇവിടുന്ന് പോകേണ്ടി വരില്ല. അവർക്ക് പിന്നെ വീട്ടിൽ പോകുന്ന സമയം മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കി ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് അക്കാഡമിക്സിനാണ്, രണ്ടാമത്തെ പ്രിഫറൻസും അക്കാഡമിക്സിനാണ്. പക്ഷേ ഫുള്ളി അക്കാഡമിക്സിന് മാത്രമല്ല, അവർക്ക് ഒരുപാട് പ്രോഗ്രാംസുകൾ, ടൂർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാംസ് അവർക്കുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസുകളുണ്ട്, അതുപോലെ തന്നെ സെലിബ്രേഷൻസുകളുണ്ട്, പിന്നെ നമ്മളുടെ അവാർഡ് സെറിമണികൾ, ഇങ്ങനത്തെ പ്രോഗ്രാംസുകളൊക്കെ ഇൻവോൾവ് ആണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് സാറ് ഇത് പറഞ്ഞ സമയത്താണ് ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്തതൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എല്ലാവരും കൊണ്ടുപോയിട്ട്, അതായത് ഒരു ബോട്ടണിയിൽ ഒരു കുട്ടി എന്തൊക്കെ പ്ലാന്റുകളാണോ പഠിക്കുന്നത് അത് അവർ റിയലായിട്ട് കണ്ടുകൊണ്ട് പഠിക്കുന്ന ഒരു ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. അതിപ്പോൾ ബോട്ടണിക്കൽ ഗാർഡൻ മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ സ്കൂളുകൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ചില സബ്ജക്റ്റുകൾ, ഇപ്പോൾ ബോട്ടണി, ഇപ്പം സാറ് പറഞ്ഞ ബോട്ടണി പിന്നെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് എടുക്കാറ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ്, ബോട്ടണി ടീച്ചേഴ്സ്, സുവോളജി ടീച്ചേഴ്സ് ഔട്ട്ഡോർ ആയിട്ട് കൊണ്ടുപോയിട്ട് അവർ ഡയറക്റ്റ് ഈ സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ആ ക്ലാസ് എടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പം നാളെ നമ്മൾ കുട്ടികളെ അടുത്ത ഔട്ടിങ്ങിന് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇവിടെ വന്നിട്ട് ഒരു ബോറടിക്കും. പിന്നെ എല്ലാ ടീച്ചേഴ്സും അതേപോലെ തന്നെ എല്ലാ സ്റ്റാഫ് മെൻറ്റേഴ്സ് ആവട്ടെ അവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ ചോദിക്കാനിരിക്കുകയാണ്. കാരണം ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ പൊതുവേ നമ്മൾ കേൾക്കാറുണ്ട് കുറച്ച് ചീത്ത പറഞ്ഞ് നല്ല പ്രഷർ കൊടുത്ത് ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പല ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട് അറിഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് കുട്ടികൾ തന്നെ പറയാറുണ്ട്. ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലിയാണ്. അതിനെപ്പറ്റി നമ്മുടെ ടീച്ചേഴ്സ് മെൻറ്റേഴ്സിനെ പറ്റിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഈ കോച്ചിങ് എന്താ പറയുക, നമ്മൾ അത്യാവശ്യം നല്ല വർക്ക് ചെയ്യണം. ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നൊരു കാര്യം, ഈ കോച്ചിങ്ങിന് വരുന്ന കുട്ടികൾ നമ്മൾ 10th ഒരു 10 ഇരട്ടി 10 ടൈംസ് എഫേർട്ട് എടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും 10 ടൈംസ് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയില്ല. 10 ഇരട്ടി എഫേർട്ട് എടുത്ത് പഠിക്കുക. പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ആ എഫേർട്ട് എടുക്കാൻ കുട്ടികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇത് ക്രാക്ക് ചെയ്തിട്ട് പോകും. പിന്നെ അതിന് വേണ്ട ആ എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ടുകളുണ്ട്.
അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പിന്നെ തിയറി പഠിക്കണം, അതിനോടൊപ്പം എൻട്രൻസ് പഠിക്കണം, അതിനുള്ള സമയം കണ്ടെത്തണം. അപ്പോൾ തുടക്കത്തിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിന് വ്യക്തമായ സപ്പോർട്ട് നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ ഭാഗത്ത്. മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയൊരു കാര്യമാണ്. നമ്മളെ സൈലത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് മെൻറ്റർ സപ്പോർട്ട്. അതായത് പേഴ്സണലായിട്ട് തന്നെ മെൻറ്റർഷിപ്പ് കൊടുക്കുന്നത്. പേഴ്സണലായിട്ട് അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും. അക്കാഡമിക്കലി നോൺ അക്കാഡമിക്കലി കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മുടെ സ്കൂളിലൊന്നും നമ്മൾ ഒരു ഡൗട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഡൗട്ടുമായിട്ട് കുട്ടി, ഇപ്പം ഞാനൊക്കെ എൻ്റെ പ്രായത്തിലൊക്കെ ഞാൻ ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഡൗട്ടായിട്ട് നടക്കുക, അത് ക്ലിയർ ചെയ്ത് തരാൻ വ്യക്തമായൊരു സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷനും ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയർ പ്രോഗ്രാം പ്രോസസ്സിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് സമയത്ത് പോലും ടീച്ചേഴ്സ് അവരെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് സെഷൻസുകളിൽ അവർക്ക് കുറച്ച് കുട്ടികളെ നമ്മൾ സസ്റ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഒരു 1.5 മണിക്കൂർ അവർ ആ ദിവസം എടുത്തത് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് വിടാറുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ മെൻറ്റേഴ്സിനോടും ചോദിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു ടീച്ചറോടൊരു കുട്ടി, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പല ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റും, നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ അവരെന്തെങ്കിലും വിചാരിക്കുകയോ അങ്ങനത്തെ കുറേ ചിന്തകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് പറയും. അതുപോലെ തന്നെ പാരൻസിനോട് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഒരു കുട്ടിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ 2-3 തവണ പറഞ്ഞാലായിരിക്കും മനസ്സിലാവുക. എന്നാലും കുട്ടിക്ക് അതിൻ്റെ അകത്ത് ചില സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഒരേ ഐക്യു എന്നുള്ള കുട്ടികളല്ലല്ലോ സാറേ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്, വളരെ ഫ്രീ ആയിട്ട് ചോദിക്കാൻ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ എന്നോട് പോലും അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സിനോട് പോലും അല്ലെങ്കിൽ കോർഡിനേറ്ററിന് അവരോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്ത് നിൽക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ സൺഡേ വരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ആണല്ലേ? അത് ശരി. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ മാത്രമല്ല, അതിൻ്റെ അപ്പുറം കുറേ മൊറാലിറ്റി കൂടി കുട്ടികൾ ഇവിടുന്ന് പഠിക്കേണ്ട. ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, ഏതൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എങ്ങനെ വരണം, അതൊക്കെ കുട്ടികൾ ഈ ക്ലാസ് റൂമുകളിൽ പഠിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഞാൻ ചെറിയ കാര്യം കൂടി ചോദിക്കാം സാറേ. ഇപ്പോൾ +1 +2 നമുക്കറിയാം, നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നത് +1 +2 പഠനത്തോടൊപ്പം തന്നെ ഈ പറയുന്ന നീറ്റ് JEE പോലത്തെ എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അതെ. അപ്പോൾ കൂടാതെ തന്നെ നമുക്കറിയാം CBSE കുട്ടികളാണ് പൊതുവേ ഇതിൻ്റെ ഹൈ ലെവലിലേക്ക് വരാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഷഹൽ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഇല്ലേ, അവന് മലപ്പുറം കീം എക്സാമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷനായിട്ട് പോകുന്ന കാര്യമാണ്. അപ്പോൾ മലപ്പുറത്ത് റാങ്ക് 1 ആണ്. അവനിപ്പോൾ IIT-ലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പല എൻട്രൻസ് എക്സാമുകളിലും അവർ ക്രാക്ക് ചെയ്യാണ്ട്. കൂടാതെ അവന് സ്റ്റേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 10ാം ക്ലാസ് പോലെ സ്റ്റേറ്റ് സ്റ്റുഡൻറ്റ് പഠിച്ചിട്ട് നമ്മുടെ 2 ഇയർ പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിലേക്ക് വരികയാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് ധാരണ ഉണ്ട്, സ്റ്റേറ്റ് വിദ്യാർത്ഥികൾക്ക് 2 ഇയർ പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്റ്റ് ബുദ്ധിമുട്ടാവും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പോൾ +1 സാധാരണ സ്കൂളത്തെ ഹയർ സെക്കൻഡറി സിലബസും നമ്മുടെ ഹയർ സെക്കൻഡറി സിലബസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? സാറേ, സിലബസിൽ ഒരു വ്യത്യാസമില്ല. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകെ ബോർഡ് എക്സാമിനേഷൻ പാറ്റേണിൽ മാത്രമാണ് ഡിഫറൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് നീറ്റ് സ്റ്റേറ്റിനും CBSEക്ക് ICSEക്ക് വേറെ നടത്തുന്നില്ലല്ലോ. ഇല്ല. JEE എക്സാമിനേഷൻ ഈ 3 സിലബസിന് വേറെ നടത്തുന്നില്ല. അപ്പോൾ പഠിക്കാനുള്ള സിലബസ് എല്ലാത്തിലും ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ +1 +2 ചെയ്യുമ്പോഴും CBSE +1 +2 ചെയ്യുമ്പോഴും ഒക്കെ പഠിക്കാനുള്ള സിലബസിന് യാതൊരു വ്യത്യാസമില്ല. പക്ഷേ അവരുടെ ബോർഡ് എക്സാമിനേഷനിൽ എന്തുണ്ട് വ്യത്യാസം? പക്ഷെ നമ്മളെവിടേക്ക് വരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടി സ്റ്റേറ്റ് ആണോ CBSE ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കാറില്ല. ഒരിക്കലും ഇവിടെ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇല്ലതാനും. ഒരു ക്ലാസ് തന്നെ CBSE-യുള്ള കുട്ടികളുണ്ടാവും, സ്റ്റേറ്റിലുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ ICSE-യുള്ള കുട്ടികളുണ്ട്. ഏത് സിലബസാണ് പഠിച്ചത് ആ കുട്ടികൾ ആ ക്ലാസ്സിലുണ്ടാവും. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഇന്ന സിലബസ് പഠിച്ചാലാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുക, JEE ക്രാക്ക്. ഇപ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സാറിന് പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പാസ് ഔട്ടായ റിസൾട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സിൽ നിന്ന് നമുക്കിപ്പോൾ MBBS അച്ചീവ് ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടിയ അല്ലെങ്കിൽ എയിംസിൽ കിട്ടിയ കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് മലയാളം മീഡിയം സ്റ്റേറ്റ് ബോർഡ് പഠിച്ച കുട്ടികളുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്റ്റേറ്റ് ബോർഡ് പഠിച്ച കുട്ടികളുണ്ട്. അതേപോലെ തന്നെ CBSE-യിൽ സാധാ CBSE സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളുണ്ട്, ICSE കുട്ടികളുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു സിലബസ് എന്ന് പറഞ്ഞത് ഇത് കിട്ടാനും കിട്ടാതിരിക്കാനും ഒരിക്കലും എന്തല്ല ഒരു ക്രൈറ്റീരിയ അല്ല. ഒരിക്കൽ തീർച്ചയായിട്ടും നമ്മളെടുത്തൊക്കെ എത്തുക എന്നതാണ് നമുക്ക് നമ്മളെടുത്ത് എത്തുക കഴിഞ്ഞാൽ ബാക്കി നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സാർ മറക്കരുത്, 10 മടങ്ങ് എഫർട്ട്. ഏത് സിലബസ് ആണെന്നുള്ളതല്ല, 10 മടങ്ങ് എഫർട്ട് എടുത്ത് പഠിക്കുക എന്നുള്ള. ഞാൻ എല്ലാ ദിവസവും കുട്ടികളോട് എല്ലാ ക്ലാസ്സിലും കയറി പറഞ്ഞ കാര്യം, നിങ്ങൾ 10 മടങ്ങ് എഫർട്ട് എടുത്ത് പഠിക്കും. ആ എഫേർട്ടിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും.
സാർ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു മൊമെൻ്റ് ഓർമ്മ വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ NDAൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് ആ കുട്ടികൾ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ക്ലാസ് കഴിഞ്ഞു, വൈകുന്നേരം 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട് അവർ പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങളെന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ അന്ന് എടുത്ത ക്ലാസ് അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു 5:30-6 മണി വരെ ആ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് അവർ ചെയ്തിട്ടാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. അപ്പം ഈ സാറ് പറഞ്ഞതുപോലെ എക്സ്ട്രാ എഫേർട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ സിസ്റ്റവും നമ്മൾ അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ ചെറിയൊരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഒരു കുട്ടി സാധാരണ ക്ലാസ് റൂമിൽ നിന്ന് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഹോസ്റ്റലിൽ എത്തിയാൽ ഇവർക്ക് പഠനവും കാര്യങ്ങളൊന്നുമില്ലേ, അല്ലെങ്കിൽ എന്താണ് ഹോസ്റ്റലിൻ്റെ ഒരു അവസ്ഥ, എങ്ങനെയാണ്? സാറേ, നമ്മുടെ ഹോസ്റ്റലുകൾ വർക്ക് ചെയ്യുന്നത് വ്യക്തമായ ടൈം ടേബിളിങ്ങിലാണ്, തോന്നിയ പോലെയല്ല. അതായത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു കുട്ടി എപ്പോഴാണ് എണീക്കേണ്ടത്, കുട്ടി എപ്പോഴാണ് കിടന്നുറങ്ങേണ്ടത്, കുട്ടി എപ്പോഴാണ് പഠിക്കേണ്ടത്, കുട്ടി എപ്പോഴാണ് പ്രയറിന് പോകേണ്ടത്, കുട്ടി എപ്പോഴാണ് സ്കൂളിലേക്ക് വരേണ്ടത്, കുട്ടി എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പോകേണ്ടത്, കുട്ടികൾക്ക് എപ്പോഴാണ് ഫോൺ പേരൻസിന് ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ 24 hours ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഹോസ്റ്റലിൽ കുട്ടികൾക്ക് റെസ്റ്റിനുള്ള സമയമുണ്ട്. ഒരു കുട്ടി, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, അതായത് നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പഠിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റി. അപ്പോൾ കൃത്യമായ റെസ്റ്റിനുള്ള സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. 7-7.5 മണിക്കൂറോളം അവർക്ക് ഉറങ്ങാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. അതേ സമയം തന്നെ 6 മണിക്കൂർ ഹോസ്റ്റലിന് സ്റ്റഡി ടൈം ഉണ്ട്. ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം ഒന്നിച്ചല്ല, അതായത് 1.5 hour വെച്ചിട്ട് ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം, അതായത് മോർണിംഗിൽ മുതൽ അല്ലെങ്കിൽ നൈറ്റിൽ 11 o'clock വരെയുള്ള ടൈമിൽ നമ്മൾ എടുത്താൽ കൃത്യമായി 12 o'clock അല്ല, ഞാൻ 11 o'clock സ്വിച്ച് ഓഫ് ചെയ്യണത്, ലൈറ്റ് ഓഫ് ചെയ്യണത്. അപ്പോൾ അതുവരെയുള്ള സമയം എടുത്താൽ തന്നെ അതിൽ 6 മണിക്കൂർ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, 6 മണിക്കൂർ സ്കൂളിങ് സമയമുണ്ട്. അപ്പോൾ 6 മണിക്കൂർ എല്ലാമായിട്ട് അത് 24 hours നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടിക്ക് എങ്ങനെയാണോ പിന്നെ ഇഫക്റ്റീവ് ആവുക എന്നുള്ള ലെവലിൽ അത് കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് എന്ത് ചെയ്യണത്, അത് ഹോസ്റ്റൽ വർക്ക് ചെയ്യണത്. അപ്പോൾ അത് ആ ഹോസ്റ്റൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. അത് 10 കുട്ടികൾ 10 ഫോർമാറ്റ് പോരുതല്ലോ. അതെ, അതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഏറ്റവും വലിയ. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ കണ്ട മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സൊക്കെ അവിടേക്കൊക്കെ പോയിട്ട് ഡൗട്ടുകൾ ക്ലിയർ എന്നൊരു മൊമെന്റ് കണ്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. അതിനെപ്പറ്റി സാർക്ക് എന്താണ് പറയാൻ? നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഒരു വെച്ചിട്ടുള്ള വലിയൊരു ഓഫറാണ് കുട്ടികൾക്ക്. ഞാൻ പറഞ്ഞ സ്കൂളിന് ഡൗട്ട് ക്ലിയറിങ്ങിന് പുറമെ എല്ലാതെയും നമ്മൾ ഒഴിവ് ദിവസങ്ങളിൽ, ഇപ്പോൾ നമ്മൾ പല അവധികളും വരാറുണ്ട് അല്ലേ, ഇപ്പോൾ നമ്മൾ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ അവധികളിൽ ഒരിക്കലും കുട്ടികൾ ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവരുടെ കറക്റ്റായിട്ട് സ്കൂളിൽ സമയം ഉൾപ്പെടെ സ്റ്റഡി ടൈമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ സമയത്ത് ഡേ ടൈമൊക്കെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അവരെ പഠിപ്പിക്കുന്ന 2 year പ്രീമിയർ പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കംപ്ലീറ്റ് നമ്മൾ ഈ എല്ലാ ഹോസ്റ്റലിലേക്കും എന്ത് ചെയ്യും, പറഞ്ഞേക്കും. പിന്നെ അവർ അവിടെ വെച്ച് അവരുടെ കൃത്യമായ ഡൗട്ടുകൾ, അതായത് അതിന് ഒരു സിസ്റ്റം ഉണ്ട് ഹോസ്റ്റലിൽ. ആ സിസ്റ്റം പ്രകാരം കുട്ടികളെ വിളിച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഹോളിഡേയ്സുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് സിലബസ് ആവട്ടെ, സ്റ്റേറ്റ് ആവട്ടെ, CBSE ആവട്ടെ, ICSE ആവട്ടെ, നിങ്ങളെല്ലാവരും നീറ്റ് പോലത്തെ അല്ലെങ്കിൽ JEE പോലത്തെ മറ്റു പല എൻട്രൻസ് എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന സിലബസ് സെയിം ആണ്. പക്ഷേ ഈ സിലബസ് മാത്രം സാധാരണ രീതിയിൽ പഠിച്ചു പോയാൽ ഒരു കുട്ടിക്ക് പോലും എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ അതിനുള്ള മറ്റു വഴികളാണ് നമ്മളിവിടെ പറഞ്ഞത്. നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ ഒരാളായിട്ട്, നിങ്ങളുടെ കൂട്ടുകാരനായിട്ട്, നിങ്ങളുടെ ഗൈഡായിട്ട് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ളൊരു സിസ്റ്റം നമ്മുടെ സൈലത്തിൻ്റെ 2 year പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിലുണ്ട്. അത് നമുക്ക് തുടർച്ചയായിട്ട് എല്ലാ വർഷവും നമ്മൾ ഈ അക്കാദമിക് കോർഡിനേറ്ററായ ജംഷി സാറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തവുമാണ്. സാർ ഒരു മാത്സ് ഫാക്കൽറ്റിയാണ്, ഞാനൊരു മാത്സ് ഫാക്കൽറ്റിയാണ്. അത് ഭയങ്കര സന്തോഷം ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാക്കി മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് സൈലം 2 year പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. സോ ജംഷി സാർ എന്തെങ്കിലും വേറെ സ്പെഷ്യലായിട്ട് കൂടെ പറയാം? നമ്മുടെ ഈ ടൂർ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും +1 +2 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാറില്ല സാർ. ഓക്കെ, അത് നമ്മൾ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വലിയൊരു ഒരു വശമാണ്. അവർ കൃത്യമായിട്ട് തുടക്കത്തിൽ നമ്മൾ 1 month ബേസ് ക്ലാസ് കൊടുത്തിട്ട് ഫണ്ടമെൻറ്റൽസ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ 10th കഴിഞ്ഞൊരു വന്നൊരു കുട്ടിയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടിക്ക് വരെ ചിലപ്പം കൃത്യമായിട്ട് കൂട്ടാൻ അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികളുണ്ടാവും. ചിലപ്പോൾ 10th കണ്ടന്റുകൾ വ്യക്തമായി മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും. പക്ഷേ 10th കണ്ടന്റിനോട് കണക്ട് ചെയ്യുന്ന കണ്ടന്റുകളാണ് എവിടെ +1 +2 വരെ, അല്ലെങ്കിൽ 9th 10th കണ്ടിന്യൂഷൻ ആണല്ലോ.
അപ്പോൾ ആ കണ്ടിന്യൂഷൻ വരുമ്പോൾ ചില പിന്നെ ഓരോ സിലബസിനനുസരിച്ച് ചില വ്യക്തത കുറവുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ചില കാര്യങ്ങളുടെ കണ്ടിന്യൂഷനാണ് അവിടെ 11th. എല്ലാ കുട്ടിക്കും ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റും അത്ര അടിപൊളി ആവണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ എല്ലാം ഒരു കോമൺ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, തുടക്കത്തിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള ബേസ് മെറ്റീരിയൽസ് ഉണ്ട്, അതെല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. ആ സബ്ജക്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൃത്യമായിട്ട് ഇതിനെ ഒരു 1 മന്ത് ട്രാക്കിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരാം. പിന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ബോർഡ് എക്സാമിനേഷന് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ്ങും ഉണ്ട്. എക്സാം സമയമാകുന്ന സമയത്ത് ഓരോ എക്സാമിനേഷനും സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യണത്, എക്സാമിനേഷൻ നടത്തുന്നത്. ഒരു ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ആ സമയത്ത് ആവശ്യം ഉണ്ടാവില്ല. അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം കാണേണ്ടത് എന്താരോ സാറേ, നമ്മൾ ബോർഡിനും എൻട്രൻസിനും ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ടൂർ പ്രോഗ്രാം എന്തിനാണ് വരുന്നത്, നീറ്റ് അല്ലെങ്കിൽ ജെഇ ക്രാക്ക് ചെയ്യാൻ വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ അതിന് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അറ്റ് ദി സെയിം ടൈം ബോർഡിൻ്റെ കാര്യം എന്ത് ചെയ്യരുത്, വിട്ട് കളിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് 2 കാറ്റഗറി ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യണത്. ഇതിപ്പോൾ ജെഇ എക്സാം എഴുതണമെങ്കിൽ കുട്ടിക്ക് മിനിമം 75% വേണം, നീറ്റ് എക്സാം എഴുതണമെങ്കിൽ 75% ഒന്നുമല്ല സാറേ, അത് 80-85% മുകളിലേ കിട്ടും. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ട്. ഓക്കെ, നല്ലത്, വളരെ നല്ലത്. സോ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാം. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തരുന്നുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മളൊരു 2 ഇയർ പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ പാരന്റിന് ഒരു ബുക്ക്ലെറ്റ് ആദ്യം കൊടുക്കും തോന്നുന്നുണ്ട് അല്ലേ? അതായത് 2 വർഷത്തെ പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ അതാണ് മറ്റൊരു കാര്യം. നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയർ വ്യക്തമായ അക്കാഡമിക് പ്ലാൻ ഉണ്ട്. ആ പ്ലാനിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് കുട്ടിക്ക് ഓരോ മാസം കഴിഞ്ഞ ടോപ്പിക് ഏതാ, എപ്പോഴാണ് കുട്ടിക്ക് എക്സാം നടത്തേണ്ടത്, ആ എക്സാമിനേഷന് കുട്ടി പഠിക്കുന്ന ടോപ്പിക് ഏതാ, ഏതൊക്കെ ടൈപ്പ് എക്സാമിനേഷൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ഏതാ, സബ്ജക്റ്റീവ് എക്സാമിനേഷൻ ഏതാ, അതുപോലെ സ്കൂളുകൾ നടത്തുന്ന എക്സാമിനേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ പാരൻസ് മീറ്റിംഗ് എപ്പോഴാണ്, ഓരോ പേരൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്, അത് കോമൺ പാരൻസ് മീറ്റിംഗ് ആണോ, ഇൻഡിവിജ്വൽ പാരൻസ് മീറ്റിംഗ് ആണോ, അതേപോലെ തന്നെ കുട്ടികളുടെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ്, കുട്ടികൾ എപ്പോഴാണ് പുറത്ത് കൊണ്ടുപോവുക, ഇങ്ങനെ സകലമാന കാര്യങ്ങൾ കുട്ടിയുടെ ഒരു 1 ഇയറിലേക്ക്, അത് 1 ഇയറും സെക്കൻഡ് ഇയർ, ഓരോ ഇയറിലേക്കും ആ കുട്ടിക്ക് എന്തൊക്കെയാണ് നമ്മൾ അക്കാഡമിക്കലി നോൺ അക്കാഡമിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തമായ അക്കാഡമിക് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് കൃത്യമായി വർക്കൗട്ട് ചെയ്യണത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ പഠിക്കണം എന്നൊക്കെ തോന്നുന്നത്. ഞാനൊന്ന് പഠിക്കുന്ന സമയത്ത് എന്നോടൊന്നും ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ പറയാൻ പോലും ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ചിലപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ വലിയ നിങ്ങൾക്കൊരു ടീച്ചറെ നഷ്ടപ്പെടും, എന്നാലും കുഴപ്പമില്ലല്ലേ, വലിയ ഡോക്ടർമാരോ ചിലപ്പം എഞ്ചിനീയറൊക്കെ ആയിട്ട് മാറുമായിരുന്നു. സോ നിങ്ങൾ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കാണുക, ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഓതബസ് കൊടുത്താലോ സാറേ? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു സാറേ, ഇത് പഠിച്ചിറങ്ങിയ കുട്ടികൾ, അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ഈ 2 ഇയർ പ്രോഗ്രാമിൽ ഞാൻ റിപ്പീറ്റഡായിട്ട് ഇറങ്ങി വിട്ടുള്ള കാര്യമല്ല പറയുന്നത്. 2 ഇയർ പ്രോഗ്രാമിൽ പഠിച്ചിറങ്ങിയ ഒത്തിരി കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഇപ്പം നിൽക്കുന്ന പൊസിഷൻസുകളെ നമ്മളൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുന്നു. പല കുട്ടികളും നമ്മളെ വിളിക്കാറുണ്ട്. ആ വിളിക്കുന്ന സമയത്ത് പലരും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഹയർ സ്റ്റഡി ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ഉയർ ബെൻസ്, BMW പോലുള്ള അല്ലെങ്കിൽ ടെസ്ല പോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് കിട്ടുന്ന വലിയ സാലറികൾ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പേ ഞാൻ ഡൽഹി IIT പഠിച്ചൊരു കുട്ടിയുള്ളത് കൊണ്ട് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, വിസിറ്റ് ചെയ്തു. അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. മാത്രമല്ല ഒരു കുട്ടി അവിടെ പോയാൽ കിട്ടുന്ന, ആ കുട്ടിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ അത് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് തന്നെ. ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം, ഞാൻ ഒരു ദിവസം IIT ഡൽഹിയിൽ നടന്നിട്ട് എനിക്കിത് കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല. അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അവിടേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ കൊത്തിക്കൊണ്ടുപോകാൻ ആൾക്കാരെ വേറെ ആളുകളാണ്. അതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് കാണുക. അതെ, ഇപ്പം നീറ്റാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല മെഡിക്കൽ, ഇപ്പോൾ എയിംസ്, ഇപ്പം നമ്മൾ പണ്ടേ ഞങ്ങളൊക്കെ കേൾക്കുന്നൊരു കാര്യമുണ്ട്, ഡൽഹി എയിംസിൻ്റെ മുമ്പ് കൂടെ നടന്നു കഴിഞ്ഞാൽ അസുഖം മാറിപ്പോകും. അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടിയുള്ള ചിലവൊക്കെ ഞാൻ കേട്ടത് എങ്ങനെയാണ്, ഡൽഹി എയിംസിൽ 5 വർഷത്തേക്ക് പഠിക്കാൻ വെറും 5,000 റുപ്പീസാണ് ഫീസ് ഒരു കുട്ടിക്ക്. ഒരു അടക്കം 5,000 റുപ്പീസാണ് ആ കുട്ടിക്ക് 5 വർഷത്തേക്ക് ഡൽഹി എയിംസിൽ. 1000 രൂപ. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികളാണ് എൻ്റെ പൊന്നുമക്കളെ പുറമേ ഉള്ളത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റികളുടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ഈ 2 വർഷം കൊണ്ട് തന്നെ സാധിക്കും. നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രം തയ്യാറായാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഒന്നുകൂടെ പറയണു, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു 10 ടൈംസ് എഫേർട്ട് എടുത്ത് പഠിക്കുക മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓൾ ദി ബെസ്റ്റ്.